ഇസ്രായേൽ ആക്രമണവും ഇറാന്റെ തിരിച്ചടിയും ആരംഭിച്ചതോടെ ക്രൂഡ് ഓയിൽ വില ഉയരുന്നു. $4 ഉയർന്ന് 5 മാസത്തിനിടയിലെ ഉയർന്ന നിലയിലാണ് എണ്ണ വില നിലവിലുള്ളത്. ഇന്ത്യ GCC വിപണിയെയും ആക്രമണം ബാധിച്ചു. അനിശ്ചിതാവസ്ഥ തുടർന്നാൽ GCC രാജ്യങ്ങളുടെ വിപണിയിലും സ്ഥിതി ഗുരുതരമാകും. ഇക്കാര്യം US-ന് ഗൾഫ് രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രയേൽ ഇറാൻ ഏറ്റുമുട്ടലോടെ കുതിക്കുകയാണ് എണ്ണവില. ക്രൂഡ് ഓയിൽ വിതരണം താറുമാറാകുമെന്ന ഭീതിയിലാണ് വിലയേറ്റം. ഇന്ന് രാവിലെ മാത്രം ഉയർന്നത് ബാരലിന് $4 ഇന്ത്യയിലും GCCയിലും ഓഹരി വിപണിയിലും പ്രത്യാഘാതമുണ്ടായി. നിഫ്റ്റി ഓഹരി സൂചിക താഴ്ന്നത് ഇന്ത്യൻ വിപണിയെ ആക്രമണം ബാധിച്ചതിന്റെ സൂചനയാണ്. ഇറാനിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ കുറച്ചെങ്കിലും പശ്ചിമേഷ്യയിൽ ഇറാഖ്, സൗദി എന്നിവയെ രാജ്യം ആശ്രയിക്കുന്നുണ്ട്. ഇറാഖിന് മുകളിലൂടെയാണ് ഇസ്രായേൽ ഇറാൻ ആക്രമണം നടക്കുന്നത് എന്നതിനാൽ വിപണിയിലെ സ്ഥിതി GCCക്കൊപ്പം ഇന്ത്യയെയും മോശമല്ലാതെ ബാധിക്കും. GCC രാഷ്ട്രങ്ങളിൽ പ്രത്യേകിച്ച് സൗദിയിൽ ഉൾപ്പെടെ ആക്രമണം പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഗസ യുദ്ധത്തോടെ മാസങ്ങളായി എണ്ണവിലയിലെ ഇടിവ് സൗദിയെ ബാധിച്ചിട്ടുണ്ട്. ഇത് വിപണിയിലും പ്രകടമാണ്. ഇത് പരിഹരിക്കാൻ ഇതര മാർഗങ്ങൾ സ്വീകരിക്കുന്നതായി ധനമന്ത്രാലയം അറിയിച്ചിരുന്നെങ്കിലും പുതിയ ഏറ്റുമുട്ടൽ സ്ഥിതി എണ്ണവില അസ്ഥിരമാക്കും. അനിശ്ചിതാവസ്ഥ തുടർന്നാൽ GCC വിപണികളിൽ കയറ്റുമതികളിലും ഇത് പ്രകടമാകും. ഇറാനെതിരായ ആക്രമണം സൃഷ്ടിക്കാനിടയുള്ള പ്രത്യാഘാതം ഗൾഫ് രാഷ്ട്രങ്ങൾ നേരത്തെ ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പുതിയ സാഹചര്യവും US-ഉമായി ഗൾഫ് രാഷ്ട്രങ്ങൾ ചർച്ച ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്.